ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കും പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരേ ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് നന്നായിട്ട് പഴുത്തു പോയ പഴമല്ല, ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ്. ഇതുപോലെ തയ്യാറാക്കാനായിട്ട് ഒരുപാട് അങ്ങ് പഴുത്തുപോയ പഴം എടുക്കരുത്. ഇതുപോലെ മീഡിയം പഴുപ്പുള്ള പഴം വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മീഡിയം പരുവത്തിലുള്ള മധുരമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പകരം പാലൊഴിച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് പാലൊഴിച്ചു കൊടുത്തിട്ടും അരച്ചെടുക്കാവുന്നതാണ്. ഇത് അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. പഴം ശരിക്ക് അരയാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ടകട്ടായിട്ട് കിടപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം ഗോതമ്പ് പൊടി മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ പലഹാരത്തിന് കുറച്ചൊരു കളർ കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു മണത്തിന് വേണ്ടിയിട്ടാണിത്. ഒന്നുകിൽ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജീരകവും ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്നിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജീരകത്തിന്റെ മണം ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഈ മാവ് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ആവശ്യമില്ല. ഈ പലഹാരത്തിന്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് നമ്മൾ സ്പൂൺ കൊണ്ട് കോരിയെടുക്കുമ്പോൾ ഈ പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഇനി ഞാനിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുവാണ്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓരോ സ്പൂണായിട്ട് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇതിന്റെ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടുള്ളത്. എത്ര പ്രാവശ്യമാണോ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ആ ഒരു പ്രാവശ്യം മുഴുവനായിട്ടും ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക. എങ്കിലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പാനിലേക്ക് കൊള്ളുന്ന അത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്ക് ഒരു ഭാഗം വെന്ത് കിട്ടും. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് വേവിക്കണമെന്നില്ല, 1 മിനിറ്റ് നേരം തന്നെ വെന്താൽ മതിയാവും. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ ഇതെല്ലാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് പരുവത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല പഞ്ഞ് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിപ്പോൾ ഇതാ കയ്യിലെടുത്ത് ഇതുപോലെ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞ് പോലെ ഇരിക്കുന്നൊരു പലഹാരമാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.